നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വലിയ വലിയ മനസ്സുള്ളൊരു അമ്മയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. മോളെ, പൊന്നു മോളെ, കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അവൾക്കറിയില്ല. അതെ, ഇങ്ങനെയൊന്നും അല്ല. കൈമാറ്റ, കാല് പൊക്കി പിടിക്കാതെ. മീനാക്ഷി, നീ വലിയ വലിയ മനസ്സുള്ളൊരു അമ്മയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. മുത്തേ, ഉറങ്ങിക്കോട്ടാ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ചക്കര മുത്ത് ഉറങ്ങിക്കോ. ഉറങ്ങട്ടാ. അച്ഛനും മോളും കൂടി കാറ്റുള്ള. ഇത്രയും നന്നായി സ്നേഹിക്കുന്ന ഒരു അച്ഛനെ കിട്ടിയത് ഇവളുടെ ഭാഗ്യം തന്നെയാ. സ്വന്തം മക്കളെ സ്നേഹിക്കാത്ത അച്ഛന്മാരുണ്ടാവൂ മീനാക്ഷി? എന്നാര് പറഞ്ഞു? ഋതുവിന്റെ അച്ഛന് അവളെ കൺമുന്നിൽ കാണുന്നത് പോലും ഇഷ്ടമല്ല. സത്യം ഞാൻ പറഞ്ഞത്. പ്രതാപവർമ്മന് മകളെ ഇഷ്ടമല്ല. പക്ഷെ അവൾക്കാണെങ്കിൽ അച്ഛനാ ലോകം. ആരുടെ കാര്യം നീ പറയുന്നത്? നമ്മുടെ സീ കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലാ അകലെ. ഓ, പ്രതാപവർമ്മൻ എന്താ മകളോട് ഇത്ര ദേഷ്യം? 25-ാം തീയതി വരെ കാത്തിരുന്നാ മതി, നമുക്ക് കണ്ടറിയാം. അകലെ വരുന്ന നവംബർ 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ സീ കേരളത്തിൽ. ഞങ്ങൾ എന്തായാലും കാണും. നിങ്ങളും കാണല്ലേ? കുഞ്ഞേതായാലും മൈഥിലിയുടെ അടുത്തേക്ക് വരും. ഇനി ആ മരതക വാളുകൂടി അവിടെ നിന്ന് എടുത്താ നമ്മുടെ ദൗത്യം പൂർത്തിയായി. കുഞ്ഞിനെ അവിടുന്ന് കൊണ്ടുപോകുന്ന നിങ്ങൾ വളർത്താനാണോ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞിനെ ആർക്ക് വേണം? മൈഥിലിക്ക് അതിനെ കാണുന്നതേ കലിയ. എടാ, ആ കുഞ്ഞ് കാർത്തിയുടെയും ചെമ്പകമംഗലത്തുകാരുടെയും ഒരു ദൗർബല്യം. അതിനെ വെച്ച് വിലപേശണം.
അത് തന്നെയാ ഇന്ദ്രേച്ചി ലക്ഷ്യം. എടാ വൈശാഖെ, നീ ഉടൻ തന്നെ മൈഥിലിയെ വിളിക്ക്. ഈ കാര്യത്തില് അവർ വേറെ വല്ല ഓപ്ഷനും കൊണ്ടുവന്നാലേ താൻ സമ്മതിക്കില്ലെന്നും ഇത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്നും ഡോക്ടർ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ഇതിനു വേണ്ടി കോടതി വരെ കയറുമെന്നും അവളോട് പറയണം. ഉം. ഈ ഗെയിം നമ്മുടെ പ്ലാൻ അനുസരിച്ചാ മുന്നേറാൻ പോകുന്നത്. അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ പറയേ. നീ വിളിക്ക്. വൈശാഖൻ, ആ വൈശാഖേ, എന്തായി മൈഥിലി അവിടുത്തെ കാര്യങ്ങൾ? ഇവിടെ ഈ വിഷയം ചർച്ചയിലേക്ക് വരിക. എല്ലാവരും ഒന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. എന്ത് വന്നാലും നീ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് നമുക്ക് കിട്ടിയ ഉഗ്രനൊരു ആയുധമാണ്. ഇത് വെച്ചാ നമ്മൾ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അവഗണനയും അപമാനവും സഹിച്ച് ഇവിടെ നിൽക്കുകല്ലേടാ ഞാൻ. എന്നെങ്കിലും എന്റെ ദിവസം വരുമെന്ന് എനിക്കറിയായിരുന്നു. അതെന്തായാലും വന്നു ചേർന്നു. ദൈവത്തിന് നന്ദി. ആ, നീ ഫോൺ വെച്ചോ. അവൾ എന്തു പറഞ്ഞു? എന്ത് പറയാൻ, അവള് രണ്ടും കളിപ്പിച്ചു തന്നെ. മൈഥിലി ഇനി അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചെമ്പകമംഗലത്തിന്റെ തോൽവി ഇവിടെ ആരംഭിക്കുക. എന്താണ് കാര്യമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പറയാതെ നമ്മൾ എങ്ങനെ അറിയാനാ? ഇനി മീനാക്ഷിയും കാർത്തിയും തമ്മിൽ വല്ല വഴക്കമുണ്ടായോ? എന്തോ വഴക്കുണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ കായംകുളം മാളിനെയും കൊണ്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കതിനോട്ട് താല്പര്യമില്ല. നിനക്കതിന് മാത്രമേ താല്പര്യമുള്ളൂ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിനക്ക് തീർത്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിൽ വെച്ച് എന്താ ഉണ്ടായതെന്നൊന്ന് വാ തുറന്ന് പറയടി. ഞാനല്ല അത് പറയേണ്ടത്, അത് കാർത്തി പറയട്ടെ. എന്തോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൈമളേട്ടാ, ദേ ഈ വലിഞ്ഞു കയറി വന്നവരുടെ കാര്യത്തിൽ ഒന്ന് സീരിയസ് ആയിട്ട് ഇടപെട്ടേ പറ്റൂ. അതിന് ഇവളെ എന്തിനു പറയുന്നു? ഡിവോഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അവനെ പറഞ്ഞാ പോരെ? ഇനി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് എനിക്കൊന്ന് കാണണം. എന്താ നടി നിന്ന് പെറുപിറുക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.